ശിവജ്ഞാനബോധം അഞ്ചാவது സൂത്രം. അത് ഇത് പാട്ടുകളൊക്കെ സൂത്രം എന്നാണ് പറയുന്നത്. ഫിലോസഫിക്കൽ അഫോറിസംസ്. ഓക്കെ, മറ്റേ പാട്ട് എന്ന് വെച്ചാൽ പോയംസ്, ഹൈംസ് ഇങ്ങനെ പറയും. ഇത് അഫോറിസംസ്. സോ ഇന്ന് ഇപ്പോൾ അഞ്ചാவது, ആൾറെഡി 4 നമ്മൾ നോക്കി. ഇപ്പോൾ അഞ്ചാவது അഫോറിസം എന്തെന്ന് വെച്ചാൽ ഇവിടെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, ഉണർത്തലിൻ ആത്മാവെന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം ആത്മാവിൻ്റെ വേല പതിഞ്ഞാൽ മാത്രമേ റിയലൈസേഷൻ കിട്ടൂ. അത് സ്വന്തമായിട്ട് അറിയുന്നത്, ആത്മാ സ്വന്തമായി അറിയുന്നത് തത്വങ്ങളെ അറിയാൻ പറ്റും. തത്വങ്ങളുടെ അറിഞ്ഞ് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ അത് കോണ്ടാക്ട് ചെയ്താണ് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ അതിന് ദൈവത്തിനെ ഉണരണമെങ്കിൽ ദൈവൻ്റെ കടവുളിൻ്റെ അടുത്ത് നിന്ന് എന്തോന്ന് അനുഗ്രഹം വരണം. അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, സൂര്യൻ ഇരിക്കുന്നല്ലോ, സൂര്യനെ കാണണമെങ്കിൽ സൂര്യൻ്റെ റേ നിങ്ങളുടെ കണ്ണിൻ്റെ അകത്ത് വരണം. എന്തോന്ന് മറ്റേ ഇതെന്താ വെച്ചാൽ, ഇപ്പം റൂമിൽ ഇപ്പോൾ നിങ്ങൾ ലൈറ്റ് ഇട്ടെല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പോൾ റൂമിൽ ലൈറ്റൊക്കെ മറ്റേ സാധനം കാണെങ്കിൽ വേറെ ലൈറ്റ് വെച്ചും കാണാം. പക്ഷേ സൂര്യനെ കാണണമെങ്കിൽ സൂര്യൻ്റെ റേ അത് കണ്ണിൻ്റെ അകത്ത് പോയാലേ കാണാമോ. അപ്പോൾ ചിലർ വിചാരം കണ്ണാടി വെച്ച് നിങ്ങൾ നോക്കിയാലും കണ്ണാടി കൂടെ സൂര്യനെ കണ്ടാലും സൂര്യൻ്റെ റേ കണ്ണാടിയുടെ മേൽ പട്ട് റിഫ്ലക്റ്റായി നിങ്ങളുടെ കണ്ണിൽ പോകണം. സൂര്യനെ ഉണരണമെങ്കിൽ സൂര്യൻ്റെ കർണങ്ങൾ അകത്ത് പോയാലേ കാണാൻ പറ്റും. അതേമാതിരി അവൻ അരുളാൽ അവൻ താൾ വണങ്ങി ശിവൻ അനുഗ്രഹം ചെയ്യും. അപ്പോൾ അത് അനുഗ്രഹം ചെയ്യുന്നത് എങ്ങനെ? ഇപ്പോൾ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നു, വഴിപെടുന്നു, പക്ഷെ അങ്ങനെ മെഡിറ്റേഷനിലൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കണക്ഷൻ കണക്റ്റ് ആവുന്നു. നിങ്ങളിപ്പോൾ ധാരണയൊക്കെ ചെയ്തു, ധ്യാനം ചെയ്തു, അപ്പോൾ ഒരു എനർജി കണക്റ്റ് ആയല്ലോ. നിങ്ങൾക്ക് പലതരത്തിൽ കണക്റ്റായി നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് പറഞ്ഞത് മാതിരി. അപ്പോൾ അത് കണക്റ്റ് ആവുന്നത് എങ്ങനെ? ഒരു ഗുരു വഴിയായിട്ട് കണക്റ്റ് ആവുന്നു. അത് ശിവൻ തന്നെ കണക്ട് ചെയ്യുന്നത്. ശിവൻ തന്നെ കണക്ട് ചെയ്യുന്നത്. വയറിങ് നിങ്ങൾ വീട്ടു വയറിങ്ങിൽ ഒരു മെയിൻ ഇരിക്കുന്നു, അത് ഗുരുജി. പക്ഷേ മെയിൻ നിങ്ങൾ ആക്ച്വൽ കറണ്ട് പോസ്റ്റിൽ നിന്നല്ലേ വരുന്നത്. അപ്പോൾ ആക്ച്വൽ കറണ്ട് എവിടെയും സപ്ലൈ വരുന്നത് കടവുൾ, അത് ഗുരുജി വഴിയായിട്ട് നിങ്ങൾക്ക് റിപ്പോർട്ടാവുന്നു. ഓക്കെ, അപ്പോൾ ഉണർത്തലിൻ ആത്മാവ് അത് അറിയണമെങ്കിൽ ഫസ്റ്റ് ദൈവത്തിനെ അറിയാൻ വെക്കും. പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്ത് വിടണമെങ്കിൽ, ഇപ്പം നമ്മൾ കാറ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്തോന്ന് ഇത് ഒരു ആദ്യം സെൽഫ് മോട്ടർ വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ എൻജിൻ സ്റ്റാർട്ടാകും. അതിൻ്റെ ശേഷം അത് ഓടിക്കുള്ളൂ. അതേമാതിരി ആത്മാവിന് സ്റ്റാർട്ട് ചെയ്ത് വിടാൻ ഗുരു വരണം. സ്റ്റാർട്ട് ചെയ്ത് വിടാൻ ശിവൻ്റെ അനുഗ്രഹം തന്നെ വരണം. എന്നാലേ അപ്പോൾ ശിവൻ്റെ അനുഗ്രഹം വരുന്ന കാരണം എന്ന് വെച്ചാൽ, അത് ആത്മാ എപ്പോഴും താഴോട്ട് നോക്കി ഇന്ദ്രിയങ്ങളോട് എനർജിയൊക്കെ ഇന്ദ്രിയങ്ങൾ വഴിയായിട്ടും തത്വങ്ങളിലോട്ട് എനർജി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒഴുകുന്നത് കുറയ്ക്കുമ്പോഴാണ് അത് ദൈവത്തിനെ തിരിഞ്ഞു നോക്കാൻ തുടങ്ങും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ശിവൻ്റെ അനുഗ്രഹം കണക്റ്റായാൽ അറിയാൻ പറ്റും. അപ്പോൾ ശിവൻ്റെ അനുഗ്രഹം ശിവനെ ഉണർത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ മാണിക്യവാസകരും അവനരുളാൽ അവൻ താൾ വണങ്ങി എന്ന് പറയുന്നുണ്ട്. മറ്റെവിടെയായിട്ട് ഉണർത്തലിൻ എന്നുള്ള ഇത് ശിവജ്ഞാനബോധത്തിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ഈ കൺസെപ്റ്റാണ് അഞ്ചാவது സൂത്രത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വിളമ്പിയ ഉള്ളത്ത് മെയ് വായ് കൺ മൂക്ക് അളந்து അറിந்து അറിയ അവൈ പോലെ തം ഉണർവിൻ തമി അരുൾ കാന്തം കണ്ട പസാസത്ത് അവയെ. നിങ്ങൾ എന്തെന്ന് ചെയ്യുക വെച്ചാൽ, കണ്ണ് മൂക്കൊക്കെ വെച്ചല്ലേ നിങ്ങളെല്ലാം അറിയുന്നത്. കണ്ണ് മൂക്കൊക്കെ കണ്ണിന് തന്നെ കാണാൻ നോക്കുമോ? കണ്ണിന് തന്നെ കാണാം. അതൊരു ഇൻസ്ട്രുമെൻറ്റ്, ഫോട്ടോഗ്രാഫാണ്. ഫോട്ടോഗ്രാഫിക്ക് ആർഗാൻ. ഫോട്ടോ എടുത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ നോക്കാൻ പറ്റും. മൂക്കിന് ശ്വാസം എടുക്കുന്നത്, പക്ഷെ അറിയുന്നത് മൂക്കല്ല. കണ്ണിൻ്റെ കാഴ്ചയെ അറിയുന്നത് ബ്രെയിനാണ് റീഡ് ചെയ്യുന്നത്. അതേമാതിരി മൂക്കിലുള്ള നല്ല സ്മെല്ല്, ബാഡ് സ്മെല്ല് എന്നിട്ട് തിരിച്ചറിയുന്നത് ബ്രെയിനാണ്. മൂക്കിന് അറിയാനുള്ള പവറില്ല. കണ്ണ്, മൂക്ക്, കാത് എല്ലാത്തിനും അങ്ങനെയാണ്. ദേ ആർ ഓൺലി റിപ്പോർട്ടിങ് ഏജൻറ്റ്സ്.
എന്തോന്ന് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്തോന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ റിപ്പോർട്ടിംഗ് ഏജൻസ്. അപ്പോൾ അതിനെ ടോട്ടൽ ചെയ്ത് അറിയുന്നത് ആര്? ബ്രെയിന്. ബ്രെയിൻ വന്ന് അത് അപ്പോൾ വിജ്ഞാനം നമ്മൾ ഒരു 5 ദേഹമായിട്ട് വിജ്ഞാനമയ കോശം അറിഞ്ഞുകൊണ്ട് അത് വിജ്ഞാനമയ കോശത്തും അതും ഇൻസ്ട്രുമെൻ്റാണ്, കമ്പ്യൂട്ടർ. അതും ബ്രെയിനും കമ്പ്യൂട്ടറാണ്. അപ്പോൾ അത് അറിയുന്നത് ആര്? കമ്പ്യൂട്ടർ മുമ്പ് വർക്ക് ചെയ്യുന്ന ആളറിയുന്ന മാതിരി ആത്മാവ് തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആത്മാവിന് സെൽഫ് നോളജ് എന്ന് വെച്ചാൽ അത് വന്ന് ഇങ്ങനെ കണ്ണും മൂക്കും പറയുന്നത് അത് ടോട്ടൽ ചെയ്ത് ബ്രെയിന് അത് ടോട്ടൽ ചെയ്ത് ഇതാണ് എന്ന് പറയുമ്പോൾ അത് ഉണരുന്നു. അപ്പോൾ അതിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് അറിവില്ല. എന്തോന്നും ജ്ഞാനേന്ദ്രിയങ്ങളിൽ വന്ന് അറിവില്ല, അത് അങ്ങനെ പിടിച്ച് അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. അതിനെ റീഡ് ചെയ്ത് അറിയുന്നതും അനുഭവിക്കുന്നതും ആത്മാവാണ്. അപ്പോൾ വൺ വേ ട്രാഫിക് അത് പിടിച്ച് അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. അവിടെ അതാണ് അതെ. അതേമാതിരി എന്തെന്ന് വെച്ചാൽ ആത്മാവിന് എന്തെന്ന് വെച്ചാൽ തന്നെ செயல்படுത്തുന്ന ശിവനെക്കുറിച്ച് അറിയുന്നില്ല. തന്നെക്കുറിച്ചുള്ള ശിവനെ അറിയുന്നില്ല. എന്തുകൊണ്ട് അറിയുന്നില്ല എന്ന് വെച്ചാൽ അത് എപ്പോഴും ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ വഴിയുള്ള ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ജ്ഞാനേന്ദ്രിയങ്ങളുള്ള ജീവിതങ്ങളിൽ നയിക്കുമ്പോൾ അതിൽ ചില അബദ്ധങ്ങൾ, അതിലുള്ള ബാഡ് എക്സ്പീരിയൻസ് വരുമ്പോഴാണ് അയ്യോ എന്ന് പറഞ്ഞിട്ട് ക്ഷേത്രത്തിൽ ഓടുന്നു. അയ്യോ എന്ന് പറഞ്ഞിട്ട് ക്ഷേത്രത്തിൽ പോകണം. അപ്പോൾ ഉടനെ ജ്യോത്സ്യൻ്റെ അടുത്ത് പോകുന്നു. ജ്യോത്സ്യം ഇതാണ്, ഞങ്ങൾക്ക് 7.5 ശനി പിടിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് ചൊവ്വായി പിടിച്ചിരിക്കുകയാണ്, ഉടനെ നിങ്ങൾ പിന്നെ ക്ഷേത്രത്തിൽ പോയി ശിവനെ കുമ്പിടുക. അതായത് എല്ലാ സ്ഥലത്തും ശിവനാണ് ഇരിക്കുന്നത്. ശനീശ്വരനും നമ്മൾ ഇപ്പോൾ ഉജ്ജയിനി വന്നല്ലോ, ഇവിടെ ശിവലിംഗത്തിലല്ലേ അഭിഷേകമൊക്കെ ചെയ്യുന്നത്. അതേമാതിരി ചൊവ്വായി ക്ഷേത്രത്തിലും ശിവൻ്റെ അല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ചൊവ്വായി ഗ്രഹത്തിന് ഇത്ര 2000-3000 പേര് ദിവസം വരുന്ന ഇത് ഉജ്ജയിനി വന്ന് അന്നാണ് ഞാൻ ആദ്യം കണ്ടത്. എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്, ഇത് വൈത്തീശ്വരൻ കോവിലും വരുന്നുണ്ട്. പക്ഷേ അതിനേക്കാട്ടിലും 10 മടങ്ങ് കൂട്ടം ഉജ്ജയിനി വരുന്നെന്നുള്ള ജനങ്ങൾ അറിയണം. ശനീശ്വരൻ കോവിൽ അതേമാതിരി പരിഹാരം ചെയ്യാം, നമുക്ക് സ്വന്തം ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്ന് ശനി സിംഗനാപൂരിലുമുണ്ട്, മറ്റേ ഇവിടെയും ഉണ്ട്, ഉജ്ജയിനിലുമുണ്ട്. ഓക്കെ, റൈറ്റ്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ അപ്പോഴാണ് ദൈവം ആ ഒരു അനുഗ്രഹം ഇരുന്നാലേ ഈ ഗ്രഹങ്ങളുടെ പിടിയിൽ നിന്ന് വിടാൻ പറ്റും, കർമ്മങ്ങളുടെ പിടിയിൽ നിന്ന് വിടാൻ പറ്റുമെന്ന് ആത്മാ അറിയുന്നു. അപ്പോൾ എന്ത് ചെയ്ത് ശിവ ഉപാസനയിൽ ഈടുപെടുന്നു. ഫസ്റ്റ് സ്റ്റേജ് ശിവ ഉപാസന അടുത്തത് ക്രിയ, കുറച്ച് ഹോമങ്ങൾ പൂജകളെല്ലാം ചെയ്യുന്നു, ക്രിയ. അടുത്തത് ശിവയോഗ പയിற்சி ചെയ്യുന്നു. ശിവയോഗ പയിற்சி ചെയ്തിട്ട് എന്തോന്ന് പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധിയിൽ പോകുമ്പോഴാണ് കംപ്ലീറ്റ് 100% കണക്റ്റ് ആവുന്നത്. ധാരണയിൽ വന്ന് ഒരു 30% കണക്റ്റ് ആവും. അത് ധ്യാനത്തിൽ പോകുമ്പോൾ ഒരു 66%, കംപ്ലീറ്റ് 100% സമാധിയിൽ പോകുന്ന. സമാധി എന്ന് പറയുന്നത് ഡീപ്പ് മെഡിറ്റേഷൻ. സമാധി എന്ന് പറഞ്ഞാൽ കണ്ണാൻ മൂടിയിട്ട് സമാധിയാവുന്ന അവരുടെ അടുത്ത് അങ്ങനെ സമാധി കിട്ടണം, അത് വേറെ, അത് ദേഹത്തെ വിട്ട് പോകുന്നത്. ദേഹത്തെ വിട്ട് പോകുന്ന സമാധി. ഇതങ്ങനല്ല. മെഡിറ്റേഷൻ, ഡീപ്പ് മെഡിറ്റേഷൻ എന്ന ഇതിൽ ശിവ കംപ്ലീറ്റ്ലി കണക്റ്റ് ആവുന്നു. അതാണ് അടുത്ത ക്ലാസ് ഞങ്ങൾക്ക് 10 ദിവസത്തിൻ്റെ സമാധി യോഗത്തിൻ്റെ എക്സ്പീരിയൻസ്. അതായത് ഹൈബർനേറ്റിംഗ്, യു വിൽ എൻജോയ് ഹൈബർനേറ്റിംഗ് സ്റ്റേജ്. അതായത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് വരുന്നതാണ് സമാധി. അത് ക്ലാസ് പിന്നെ നോക്കാം. പക്ഷേ ഇത് 5ാമത് സൂത്രം. ഓക്കെ, ഇനി അടുത്തത് 6ാമതിന് പോവാം.